കെവിൻ മിസ്ൽ എഴുതിയിട്ടുള്ള കൽക്കി ട്രിളജി മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായിട്ടുള്ള കൽക്കിയുടെ ഒരു ഹ്യൂമൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. ഒരു 3 പാർട്ടായിട്ടുള്ള പുസ്തകത്തിൽ ക്യാരക്ടറൈസേഷൻ, സ്റ്റോറിയുടെ എലിവേഷൻ പോയിന്റ്സ്, ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇമോഷണൽ സൈഡ് എന്നിങ്ങനെ പറയേണ്ട എല്ലാ സൈഡുകളും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ കൽക്കി 2898 എടി നല്ല രീതിയിലുള്ള റെസ്പോൺസും കിട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അതിൽ അവർ ഞാൻ കഴിഞ്ഞ റിവ്യൂവിൽ പറഞ്ഞിരുന്നു, അതിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള അത്രയും ആ ഒരു ടെക്നിക്കൽ സൈഡും പെർഫോമൻസ് സൈഡും അല്ലെങ്കിൽ മഹാഭാരത പോർഷൻസ് ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു മിത്തോളജിക്കൽ സ്കൈഫൈ ജോണറിനെ എങ്ങനെ അവർ ഡെലിവറി ചെയ്തു, നല്ല വൃത്തിക്ക് ഡെലിവറി ചെയ്തു നമുക്കതിൽ കാണാൻ പറ്റി. ആൻഡ് ഈ സമയം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു പുസ്തകം വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചു നോക്കാം. ഈ പുസ്തകം ആമസോണിലും അതുപോലെ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ആ കഥയുടെ ആ ഒരു സ്റ്റോറി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കൽക്കിയിൽ കണ്ട പോലെ ശംബാല എന്ന് പറയുന്ന ഒരു വില്ലേജിൽ കൽക്കി എന്ന് പറയുന്ന ആ ഒരു 10ാമത്തെ അവതാരം എങ്ങനെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ മുമ്പത്തെ അവതാരങ്ങളെയൊക്കെ കുറിച്ചുള്ള റെഫറൻസുകളും ഒരു സാധാരണക്കാരിൽ നിന്ന് എങ്ങനെയാണ് മുൻപത്തെ അവതാരങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള സ്റ്റോറികളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. എനിക്ക് ശരിക്കും കൽക്കി മൂവി അത്രത്തോളം കാണാനുള്ള ഒരു എക്സ്പെക്ടേഷൻ ഹൈ അതിൻ്റെ ഒരു കാരണം ഇതിൽ ഞാൻ പറയാം. ഇപ്പോൾ കമലഹാസന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു മേക്ക് ഓവർ നമ്മൾ കണ്ടിരുന്നു. ആൻഡ് ആ ഒരു ക്യാരക്ടറിന് ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു മൊത്തത്തിലുള്ള ഫിസിക്കൽ അപ്പിയറൻസും ഒക്കെ നമ്മൾ ആ ട്രെയിലർ സ്റ്റിൽസിലൊക്കെ കണ്ടിരുന്നു. ഈ പുസ്തകത്തിൽ ശരിക്കും കലി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് വായിക്കുമ്പോൾ വളരെ സിമിലർ ആയിട്ട് തോന്നും. സോ ഇതിലത്തെ പോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണല്ലോ ഇതിൽ കാണുന്നതെന്നുള്ള ഒരു അതൊക്കെ കൂടി വന്നപ്പോൾ ശരിക്കും ഈ ഒരു പടം കാണാനുള്ള എക്സ്പെക്ടേഷൻ ഹൈ ആയി. ആൻഡ് അതിലുള്ള ഒരുപാട് നമ്മളെ മനസ്സിലാക്കേണ്ട ലൈഫിലത്തെ ഒരുപാട് സ്റ്റേജസും ഒക്കെ പുസ്തകത്തിൽ പല ഭാഗങ്ങളും പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. ഒരിക്കലും ഒരാൾക്കും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആൾക്കും ഒരുപാട്, നമുക്ക് എല്ലാവർക്കും ഒരു ഡൗൺസ് ആൻഡ് അപ്സ് ലൈഫിൽ എന്തായാലും ഉണ്ടാവും. അതിനെക്കുറിച്ചിട്ടുള്ളതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ കഥയിലുണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അത്രത്തോളം ഇമോഷണൽ കണക്ഷൻ വളരെയധികം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കഥ മുന്നോട്ട് പോയിട്ടുള്ളത്. ആൻഡ് ഈ 3 പുസ്തകങ്ങളിലും നമുക്ക് വരുമ്പോൾ ഓരോരോ ഇപ്പോൾ ആന്റഗോണിസ്റ്റിന്റെയും പ്രോട്ടഗോണിസ്റ്റിന്റെയും സൈഡിൽ നിന്നുകൊണ്ട് കഥ പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ, കലിയുഗത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങളുടെ ആ ഒരു ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതിനെ കുറിച്ചുള്ള പ്രോപ്പർ എക്സ്പ്ലനേഷനും ആ ഒരു സ്റ്റോറി സെറ്റപ്പും അതിലുള്ള ക്യാരക്ടേഴ്സിന്റെ ഒക്കെ അവസ്ഥകളും ഒക്കെ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം മുന്നോട്ട് പോയിട്ടുള്ളത്. വായിക്കാത്തവർ എന്തായാലും വായിച്ചു നോക്കുക. ഞാൻ ഇമ്മോർട്ടൽസ് ഓഫ് മേലുഹ വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ പുസ്തകത്തെ കുറിച്ച് കേട്ടറിഞ്ഞത്. എൻ്റെ ഫസ്റ്റ് പാർട്ട് വായിച്ചപ്പോൾ തന്നെ വളരെയധികം എക്സ്പെക്ടേഷൻ ഹൈ ആയിരുന്നു. എൻ്റെ സെക്കൻഡ് പാർട്ട്, എൻ്റെ അതുപോലെ തേർഡ് പാർട്ടും 3 പാർട്ടും വായിച്ചു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നു. എൻ്റെ ഇപ്പോൾ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നരസിംഹ അവതാരത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇതുപോലൊരു പുസ്തകം കെവിൻ മിസ്ൽ എഴുതിയിട്ടുണ്ട്, നരസിംഹ ട്രിളജി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ആ 3 പുസ്തകം, അതായത് ഫസ്റ്റത്തെ നരസിംഹ എന്ന് പറയുന്ന പേര്, രണ്ടാമത്തെ ഹിരണ്യകശ്യപ്, എൻ്റെ മൂന്നാമത്തത് പ്രഹ്ലാദ്. ഈ 3 ഇത് ബേസ് ആണ്. അതിൽ നരസിംഹ എന്ന് പറയുന്ന ആ ഒരു അവതാരത്തിനെ കാണിച്ചിട്ടുള്ളത് ഒരു ട്രൈബൽ ആയിട്ടുള്ള ഒരു മെമ്പർ ആയിട്ടാണ്. ഒരു നരസിംഹ എന്ന് പറയുന്ന ഒരു ട്രൈബിലത്തെ ആളുകൾ ഈ ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള സ്റ്റോറി സെറ്റപ്പിലാണ് അതിലും എഴുതി വെച്ചിട്ടുള്ളത്. ആൻഡ് ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു മിത്തോളജി ജേണർ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചു നോക്കുക. എന്തായാലും ഒരുപാട് നല്ല രീതിയിലുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആൻഡ് വിഷ്വൽ എക്സ്പീരിയൻസ്, അങ്ങനെ ഒരുപാട് ഗൂസ് ബംസും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പടത്തിന് സാധിച്ചു. ആൻഡ് ഇതിൽ അവർ പറയുന്ന ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ, മിത്തോളജി എന്ന് പറയുന്ന ആ വലിയൊരു കടലിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ് ഇപ്പൊ ആ ഒരു പടത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഫ്യൂച്ചറിലും ഇതുപോലുള്ള പുതിയ പുതിയ ലേറ്റസ്റ്റ് അല്ലെങ്കിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള അറ്റംപ്റ്റുകൾ നമ്മുടെ സിനിമയിൽ ഉണ്ടാവട്ടെ. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഈ പുസ്തകത്തെ കുറിച്ചുള്ള അഭിപ്രായം? വായിച്ചവർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. വായിക്കാത്തവർ എന്തായാലും വായിച്ചു.